1858 ഭരണദീപ്തിക്ക് പ്രായം 13. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ഒരുങ്ങുന്ന കാലഘട്ടം. ഫെബ്രുവരി മാസത്തിലെ തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ വിറക് ശേഖരിക്കാൻ 2 കൂട്ടുകാരോടൊത്ത് ഗേവ് എന്ന നദിയുടെ തീരത്തെത്തിയ ഭരണദീപ്ത അവിടെയുള്ള ഒരു ഗുഹയിൽ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതീവ പ്രഭയുള്ള ഒരു സുവർണ വെളിച്ചം ഗുഹയിൽ നിന്ന് പടർന്നൊഴുകുന്നു. വെളിച്ചത്തിൽ നിന്നും അഴകാർന്നൊരു സ്ത്രീ രൂപം, ശുദ്ധമായ തൂവെള്ള നിറത്തിലുള്ള മേലങ്കിയും ആകാശ നീല നിറത്തിലുള്ള കച്ചയും ധരിച്ച ഒരു യുവതി. കരങ്ങളിൽ ജപമാലയും പാദങ്ങളിൽ മഞ്ഞ പനിനീർ പുഷ്പങ്ങളും. ജപമാല ചൊല്ലാൻ സ്ത്രീ ഭരണദീപ്തയോട് ആവശ്യപ്പെട്ടു. ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്കും ആ സ്ത്രീ മറഞ്ഞു കഴിഞ്ഞിരുന്നു. അവിടെ നിന്നും മടങ്ങിയിട്ടും ഭരണദീപ്തയെ ആ ഗ്രോട്ടോയുടെ ഓർമ്മ മാടി വിളിച്ചുകൊണ്ടിരുന്നു. മാർച്ച് 25 മംഗളവാർത്ത തിരുനാൾ ദിനത്തിൽ ആ സ്ത്രീ രൂപം തന്റെ നാമം വെളിപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ അമലോത്ഭവയാണ്. അങ്ങനെ 1854 ഡിസംബർ 8 9 പിയൂസ് മാർപ്പാപ്പ ചെയ്ത പ്രഖ്യാപനം ദേവമാതാവ് അംഗീകരിച്ചു. 1858 തന്റെ ആദ്യ പ്രത്യക്ഷപ്പെടലിൽ തന്നെ കരങ്ങളിൽ തൂങ്ങിക്കിടന്നിരുന്ന ജപമാല മാതാവ് ഭരണദീപ്തയുടെ കൈകളിലേക്ക് ഇട്ടുകൊടുത്തു. തന്റെ 3ാമത്തെ പ്രത്യക്ഷപ്പെടലിൽ മാതാവ് ഭരണദീപ്തയെ തന്റെ ഗുഹയിലേക്ക് 2 ആഴ്ച കാലത്തോളം ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ അവൾ പരിശുദ്ധ അമ്മയോട് നിരന്തരം സംഭാഷണത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. ഭരണദീപ്തയെ അടക്കം ചെയ്തിരിക്കുന്നത് ഫ്രാൻസിന്റെ വടക്കേ അറ്റത്തുള്ള നെവേഴ്സിലാണെങ്കിലും നമുക്ക് വിശുദ്ധയെ ലൂർദിൽ എല്ലായിടത്തും കാണുവാൻ സാധിക്കും. അവളുടെ മൃതശരീരം ഇന്നും അഴുകാതെയാണിരിക്കുന്നത്. അവളെ സ്മരിക്കുന്നതും മാതാവിനോടുള്ള അവളുടെ സംഭാഷണം വായിക്കുന്നതും വളരെ മാധുര്യമേറിയതാണ്. 1886 അവൾ പരിശുദ്ധ അമ്മയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: അല്ലയോ മാതാവേ, നീ തന്നെ താഴ്ത്തിക്കൊണ്ട് ഭൂമിയിൽ വരികയും നിസ്സഹായയും പാവപ്പെട്ടവളുമായ ഈ പെൺകുട്ടിക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഭൂമിയിലെയും സ്വർഗത്തിലെയും രാജ്ഞിയായ നീ എന്നെ ലോകത്തിനു വേണ്ടിയുള്ള ഏറ്റവും എളിയ ഉപകരണമാക്കി മാറ്റുവാൻ പ്രസാദിക്കണമേ. വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ ഫെബ്രുവരി 11 ലോകം മുഴുവനുമുള്ള രോഗികളുടെ ദിനമായി പ്രഖ്യാപിച്ചു. ഇന്നേ ദിനത്തിന്റെ അഭിഷേകം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി നമുക്കും ആത്മീയവും ശാരീരികവുമായ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം.